ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിൽ വയോധികയെ ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു. 10 ഏക്കർ സ്വദേശിക്കാണ് ആക്രമണമേറ്റത്. വയോധികയെ വലിയകുന്നുമ്മൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ CCTV കേന്ദ്രീകരിച്ചുള്ള പരിശോധനയും ആരംഭിച്ചു. വിവരങ്ങളുമായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, വയോധികയെ ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം തികച്ചും ദയനീയമായ ഒരു അവസ്ഥ. എന്തൊക്കെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, എന്തായാലും മനുഷ്യ മനസ്സിന് ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ് വെഞ്ഞാറമൂടിൽ ഉണ്ടായത്. ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിൽ വലിയ കട്ടൈക്കാലിലാണ് ഇത്തരത്തിൽ ഈ വയോധികയെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 10 ഏക്കർ സ്വദേശിനിയാണ് ഈ വയോധികയെ വലിയ കുന്നുമ്മൽ ആശുപത്രിയിൽ നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ വഴിയരികിൽ വയോധികയെ കണ്ട നാട്ടുകാരാണ് ഇവരെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട ദുരൂഹതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഈ വയോധികയെ കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ടടുത്ത ഒരു ഒഴിഞ്ഞ വീടുണ്ട്. അവിടെ രക്തക്കറ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും നിലവിൽ വയോധികയെ ഇത്തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വയോധികയെ പ്രവേശിപ്പിക്കുന്ന സമയത്ത് വയോധികയ്ക്ക് ബോധമുണ്ടായിരുന്നില്ല. ബോധാവസ്ഥയിലായിരുന്നു വയോധിക. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് നിലവിൽ വയോധികയെ മാറ്റിയിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ CCTV അടക്കമുള്ള കാര്യങ്ങൾ എടുത്താണ് പോലീസ് പരിശോധന നടത്തുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മനുഷ്യ മനസ്സിന് ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് വെഞ്ഞാറമൂടിൽ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അത് വേഗത്തിൽ നടത്തുമെന്നുള്ളത് തന്നെയാണ്, കുറ്റക്കാരെ വേഗത്തിൽ കണ്ടെത്തുമെന്നുള്ളത് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. തീർച്ചയായും ആറ്റിങ്ങൽ വെഞ്ഞാറമൂട് റോഡിലാണ് ഇത്തരത്തിൽ വയോധികയെ ക്രൂരമായി മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ചത്. 10 ഏക്കർ സ്വദേശിക്കാണ് മർദ്ദനമേറ്റത്. വയോധികയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ CCTV കേന്ദ്രീകരിച്ചും പരിശോധന ആരംഭിച്ചു. സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്.